മുംബൈ ഇന്ത്യൻസ് നാണം കെട്ട് തോറ്റു. IPL ചരിത്രത്തിലെ റെക്കോർഡ് റൺസാണ് SRH ഇന്ന് നേടിയത്. 277 റൺസ് അവർ അടിച്ചുകൂട്ടി. മുംബൈ ഇന്ത്യൻസിനെ എവിടെയാണ് പിഴച്ചത്? അപ്പോൾ ഇന്നത്തെ മുംബൈ SRH മാച്ചിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ശരിക്കും മുംബൈക്ക് പിഴച്ചത് ബൗളിങ്ങിലാണ്. ഇങ്ങനെ മുംബൈയുടെ ബൗളേഴ്സ് തല്ലി വാങ്ങുമെന്ന് ആരും തന്നെ കരുതിയില്ല. പാണ്ഡ്യ ആവശ്യമുള്ള സമയത്ത് യഥാർത്ഥ ബൗളേഴ്സിനെ ഉപയോഗിച്ചില്ല. ബുംറയ്ക്ക് ശരിക്ക് അവസരം കൊടുക്കുന്നുണ്ടായിരുന്നില്ല പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി വളരെ മോശമായിരുന്നു. ഒടുവിൽ പാണ്ഡ്യയെ നോക്കാതെ രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി ഏറ്റെടുത്തു. രോഹിത് പറ്റുന്ന പോലെ കാര്യങ്ങൾ ചെയ്തു. എന്നാലും പാണ്ഡ്യ അതിനെ അനുവദിക്കുന്നില്ല. മുംബൈയുടെ തോൽവിയിൽ ഉത്തരവാദിത്തം അത് പാണ്ഡ്യയ്ക്ക് തന്നെയാണ്. പാണ്ഡ്യ വന്നതും മുംബൈ ഇന്ത്യൻസ് നശിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു തോൽവി മുംബൈ ഏറ്റുവാങ്ങില്ല. IPL ചരിത്രം തന്നെയാണ് SRH തിരുത്തി കുറിച്ചത്. RCBയുടെ 261 റൺസാണ് SRH ഇന്ന് തിരുത്തി കുറിച്ചത്. SRH ഈ റൺസ് വേട്ടിക്കണമെങ്കിൽ അതത്ര ഈസിയല്ല. പുതിയൊരു ടീം ജനിക്കേണ്ടിയിരിക്കുന്നു. മുംബൈ ഇന്ത്യൻസ് കളി തോറ്റാലും മുംബൈ ആരാധകർക്ക് സന്തോഷമാണ്. കാരണം അവർക്ക് പാണ്ഡ്യയെ ഇഷ്ടമല്ല. പാണ്ഡ്യയുടെ അഹങ്കാരത്തിന് പണി കിട്ടിയെന്നാണ് മുംബൈ ആരാധകർ പറയുന്നത്. രോഹിത് ശർമ്മയെ തിരിച്ച് ക്യാപ്റ്റൻ ആക്കണമെന്നും അവർ പറയുന്നു. അല്ലെങ്കിൽ ഇപ്രാവശ്യം മുംബൈയുടെ ഗതി അധോഗതിയായിരിക്കും. അടുപ്പിച്ച് രണ്ടാമത്തെ മത്സരമാണ് മുംബൈ ഇപ്പോൾ തോൽക്കുന്നത്. ഇപ്രാവശ്യം ബൗളിംഗ് വളരെ മോശമായിരുന്നു. SRH നിരയിൽ ട്രേവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, മാർക്രം, ക്ലാസൻ തുടങ്ങി എല്ലാ താരങ്ങളും വെടിക്കെട്ട് ബാറ്റിംഗാണ് പുറത്തെടുത്തത്. ക്ലാസൻ 34 ബോളിലാണ് 80 റൺസ് അടിച്ചുകൂട്ടിയത്. അതുപോലെ ട്രേവിസ് ഹെഡ് ഓപ്പണിംഗിൽ നല്ലൊരു വരവേൽപ്പ് SRH നൽകി. ഇതോടുകൂടി മുംബൈ ഭസ്മമായി. പിന്നീട് സെക്കൻഡ് ബാറ്റിംഗിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും മുംബൈ ഇന്ത്യൻസിനെ കളി ജയിപ്പിക്കാൻ സാധിച്ചില്ല. ഈശാനും രോഹിത്തും ആദ്യമേ ഒരു സ്റ്റാർട്ട് കൊടുത്തിരുന്നു. എങ്കിലും അവർക്ക് ഇത്രയും അധികം റൺസ് വെട്ടിക്കാൻ സാധിച്ചില്ല. മുംബൈ ഇന്ത്യൻസിലെ താരങ്ങൾ പരസ്പരം ചേരിതിരിഞ്ഞ് ഇരിക്കുകയാണ്. പാണ്ഡ്യയ്ക്ക് ഇഷ്ടമുള്ളവർ ഒരു വിഭാഗവും അതുപോലെ ബുംറ, രോഹിത് തുടങ്ങി മറ്റൊരു വിഭാഗവുമാണ് മുംബൈ ഇന്ത്യൻസിൽ. പാണ്ഡ്യയ്ക്ക് തോന്നുന്നത് പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിന് പണി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മുംബൈ തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.